കോഴിക്കോട് തിരുവമ്പാടിയിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ആനക്കാംപൊയിൽ സ്വദേശി ത്രേസ്യാമ്മ, കണ്ടപ്പൻചാൽ സ്വദേശി കമല എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ നിരവധി യാത്രക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ക്രെയിനുകൾ ഉപയോഗിച്ച് ബസ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെയാണ് 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത്. ആനക്കാംപൊയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് പോവുകയായിരുന്ന ബസ് കാളിയാമ്പുഴയിൽ വെച്ച് കലുങ്കിൽ തട്ടി പുഴയിലേക്ക് തലകീഴായി മറയുകയായിരുന്നു. ബസ് ആനക്കാംപൊയിൽ തിരുവമ്പാടിക്ക് വരുന്ന വഴി കാളിയാമ്പുഴ എത്തുന്നതിന് മുമ്പുള്ള കലുങ്കിൽ സൈഡിൽ ഇടിച്ചിട്ട് എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച 6 പേരിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആനക്കാംപൊയിൽ സ്വദേശി 75 വയസ്സുകാരി ത്രേസ്യാമ്മ, കണ്ടപ്പഞ്ചൽ സ്വദേശി 65 വയസ്സുകാരി കമല എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബസിന്റെ മുൻഭാഗത്തിരുന്നവരായിരുന്നു. മറ്റു 4 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും KMCT ആശുപത്രിയിലുമായി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ചികിത്സയിലുള്ള മറ്റ് 22ഓളം പേരുടെ നില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. 2 മണിക്കൂറോളം സമയമെടുത്താണ് ഫയർഫോഴ്സും പോലീസും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. വലിയ നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടന്നത്. വലിയ രീതിയിൽ പ്രതിസന്ധി നമുക്ക് അവിടെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC CMD യോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.